നമ്മൾ മെട്രോൻ്റെ അൽക്കാസ് സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കത്താരേൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്റ്റേഷൻ. ഇതാണ് ഇപ്പോഴത്തെ ലോങ്ങസ്റ്റ് റൂട്ട്. ഇപ്പോൾ റൺ ചെയ്യുന്നതിലുള്ള ലോങ്ങസ്റ്റ് റൂട്ട് ഇതാണ്. കത്താരയിലൊക്കെ വേറെ സ്റ്റേഷൻസ് ഉണ്ട്, അത് വേഗം തന്നെ വരും. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റേഷൻ. ഇവിടുന്നാണ് നമ്മൾ പോകേണ്ടത്. ഇത് തൊട്ട് വക്ര വരെയാണ് ഇപ്പോഴത്തെ കറണ്ടായിട്ടുള്ള അവരെ റൂട്ട്. അതിൽ കുറേ സ്റ്റേഷൻസ് വേറെ ഉണ്ട്, നടുവിലും ഒക്കെ വരുന്നുണ്ട് വേറെ. ഇതാണ് നമ്മളെ സ്റ്റേഷൻ എൻട്രൻസ്. ഇതിൽ മോസ്റ്റ് ഓഫ് ദി പാർട്ട് കത്തോ മെട്രോയിൽ വരുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. കുറച്ച് പാർട്ട് മാത്രമേ പുറത്തേക്കായിട്ട് വരുന്നുള്ളൂ. അപ്പം നമ്മൾ താഴോട്ട് പോവുകയാണിപ്പം. അപ്പോൾ ഇതാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന മെഷീൻ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാവൽ കാർഡും ഉണ്ട്, ഡെയിലി പാസ് നമുക്ക് എടുക്കാം. അപ്പോൾ ട്രാവൽ കാർഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ട്രാവൽ കാർഡ് നമുക്ക് എടുക്കാം. അതിൽ നിന്നിട്ട് 5 റിയാൽ മുതൽക്ക് ടോപ്പപ്പ് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എത്ര എമൗണ്ട് വെച്ചാൽ നമുക്ക് അതിൽ ടോപ്പപ്പ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പം അതിന് ഡിഡക്റ്റ് ആവുകയാണ് ചെയ്യാറ്. പക്ഷേ മറ്റേ ഡെയിലി കാർഡാണ് പാസ്സാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ഒരു ദിവസം മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് 6 റിയാലാണ് ചിലവാവുക. അന്ന് നമുക്ക് എത്ര വേണമെങ്കിലും ആ ഒരു കാർഡിൽ യാത്ര ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ട്രാവൽ കാർഡിൻ്റെ വാലിഡിറ്റി 5 ഇയേഴ്സ് ആണ്. 5 ഇയേഴ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാം. ട്രാവൽ കാർഡിൽ നമുക്ക് ഒരു യാത്രയ്ക്ക് 2 റിയാൽസാണ് ചാർജ് ആവുന്നത്. ഇതാണ് നമ്മുടെ കാർഡ്സ്. ഇതാണിപ്പം ഓപ്പൺ ആയിട്ടുള്ള റെഡ് ലൈൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സ്റ്റോപ്സ്. ഇത്രയൊക്കെ സ്റ്റോപ്പുകളാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. അല്ല മത്താ കദീം അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആണ് നമുക്ക് വക്ര സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ ഇതാണ് റെഡ് ലൈൻ. ഈ ഡോർ ഓപ്പൺ ആകുമ്പോഴാണ് നമ്മൾ ട്രെയിനിലേക്ക് കയറുക. അപ്പോൾ വളരെ സേഫ്റ്റി മെഷേഴ്സൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഭയങ്കര സേഫായിരിക്കും. അങ്ങനെ ഇഞ്ചുറീസൊക്കെ വരാനുള്ള ചാൻസസൊക്കെ വളരെ കുറവാണ്. ഇതാണ് നമ്മൾ ഇൻറ്റീരിയർ പാർട്ട്. ഇതിൽ സ്റ്റാൻഡേർഡും ഉണ്ട്, പിന്നെ ഗോൾഡും വരുന്നുണ്ട്. ഇത് സ്റ്റാൻഡേർഡാണിത്. ഗോൾഡ് സെപ്പറേറ്റ് വേറെ ഉണ്ട്, അതിന് വേറെ ചാർജസൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു ഫാമിലി സെക്ഷൻ കൂടെ വേറെ വരുന്നുണ്ട്. അപ്പം ഉള്ളൊരു ഇൻറ്റീരിയർ ഇങ്ങനെയാണ് കേട്ടോ. ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് കത്തോ മെട്രോൻ്റെ ഫങ്ഷനിങ് ഒക്കെ. ഇതിപ്പം ടണലിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. അപ്പോൾ സ്ക്രീനിൽ നമ്മൾ ഏതാ സ്റ്റേഷൻ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് കാണിക്കും. പിന്നെ നമ്മൾ മൂവ് ചെയ്യുന്നതൊക്കെ ഈ സ്ക്രീനിൽ എവിടെ എത്തി, ഏതാണ് അടുത്ത സ്റ്റേഷൻ എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. ഇത് മത്താർ കദീം കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ്. എലിവേറ്റഡ് ആയിട്ടാണ് മുഴുവൻ. അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഇതിന് ശേഷമുള്ളതൊക്കെ പുറത്താണ്. ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞാലാണ് വക്ര എത്തും. നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഖത്തറിൻ്റെ ഇങ്ങനത്തെ ഒരു വ്യൂ കാണുന്നത്.
ഇതാണിപ്പോൾ ഉള്ള ഏറ്റവും വലിയ റൂട്ട്. റെഡ് ലൈൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇനിയും കുറേ ഡിവിഷൻസ് ഉണ്ട്. ഗ്രീനും യെല്ലോ ലൈൻസും ഉണ്ട്. അപ്പോൾ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല, സൂൺ ഓപ്പൺ ആവും. ഇതാണ് വക്ര സ്റ്റേഷൻ. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഫാമിലി സെക്ഷനിലാണ് കയറിയത്. അപ്പോൾ ഇതാണ് ഫാമിലി സെക്ഷൻ. നമ്മൾ ഫേസ് ടു ഫേസ് ആണ് ഇതിലിരിക്കേണ്ടത്. കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സീറ്റിംഗ് ടൈപ്പാണ് അതിലുണ്ടായിരുന്നത്. നമുക്ക് സുഖമായിട്ട് കുട്ടികൾക്ക് കയറിയിരിക്കാൻ പറ്റും. ഇതാണ് ഗോൾഡ് സെക്ഷൻ. ഗോൾഡ് സെക്ഷൻ്റെ കുഷ്യൻസിനും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിനും ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. നല്ല കുറച്ചും കൂടി കംഫർട്ടബിളാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഗോൾഡിൻ്റേത് വരുന്നത്. ഇതാണ് ഗോൾഡിൻ്റെ സെക്ഷൻ. അപ്പം ഇന്നത്തെ നമ്മളെ ഖത്തർ മെട്രോയിലെ യാത്രയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ കത്താരയിൽ വന്നിരിക്കുകയാണ്. നല്ല ലൈറ്റിംഗ് ഡെക്കറേഷനൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഖത്തർ മെട്രോയിലെ യാത്ര എന്ന് പറയുന്നത് അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ യാത്ര ചെയ്തിട്ടുള്ള എല്ലാ മെട്രോയിലും വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയായിരുന്നു ഖത്തർ മെട്രോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ട് ഉള്ളൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ.